എനിക്കൊരു മകളുണ്ട് എന്ന് മാത്രവുമല്ല ഈ ഒരു കേസിൽ കാരണം ഞാൻ ഇത് ഭീകരമായിട്ട് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ കുറേ ദിവസങ്ങളായിട്ട്. എനിക്കറിയാം, ഞാൻ അവളുടെ ഈ കുട്ടികളെ ഓരോ ദിവസവും വിളിച്ചിട്ട് പറഞ്ഞ് ഞാനും ഭാര്യയും എൻ്റെ മകളും എൻ്റെ മകൻ്റെ ഭാര്യയും മകനും അങ്ങനെ അവളുമായിട്ട് ബന്ധപ്പെട്ട ലാലിന്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റുഡിയോയിൽ നടക്കുന്ന കൊച്ചു വർക്കുകൾക്ക് വേണ്ടി മാത്രം ഈ SUV എന്ന് പറയുന്ന വണ്ടി മാത്രം ഓടുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക് ഒരു നല്ല ഡ്രൈവറെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കുറച്ച് ദിവസം ഈ സുനി ഓടുന്നത്. സുനി പറഞ്ഞിട്ട് വേറെ ഡ്രൈവർ വന്ന് ഓടിയിട്ടുണ്ട്. ഈ ദിവസം ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം അതെ, തലേ ദിവസം വൈകിട്ട് സോറി, കുട്ടിയുടെ പേര് പറയാൻ എനിക്ക് പാടില്ലാത്തതാണ്, അബദ്ധത്തിന് പറഞ്ഞു പോകാൻ ക്ഷമിക്കുക. ഈ കുട്ടി ഞങ്ങളുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് രമ്യ നമ്പീശിന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുവാടാ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് അറേഞ്ച് തരാന്ന്. ലാല് മാർട്ടിനെ ചുമതലപ്പെടുത്തുന്നു, വണ്ടി വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഈ വിഷയങ്ങളിൽ ഒന്നും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നില്ല. ദിലീപ് ഇത് അറിയാനുള്ള സാധ്യതയുമില്ല. ദിലീപും മാർട്ടിനുമായിട്ടോ ദിലീപും പൾസർ സുനിയായിട്ടോ ഒന്നും അവിടെ സംസാരങ്ങൾ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു ധാരണ കിട്ടിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വരുന്ന മറ്റൊരു ആശങ്ക എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇനി ഇവരെങ്ങാനും ഈ പൾസർ സുനി എങ്ങാനും എന്റെ പേര് പറഞ്ഞാലോ, ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകിൽ ലാലായിരുന്നു എന്ന് പറയുന്ന ഒരു ആശങ്ക ഈ സംഭവം നടന്ന ആദ്യ ആഴ്ചയിൽ തന്നെ ലാലിന്റെ മനസ്സിലുണ്ടായി. സ്വാഭാവികമായി ലാല് സർഗസമ്പന്നനായിട്ടുള്ള ഒരാളായതുകൊണ്ടും നല്ല ഭാവനാശേഷിയുള്ള ഒരാളായതുകൊണ്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ വിചാരിക്കാം, ആലോചിച്ച് പോവാം, ആലോചിച്ച് കിടുങ്ങാം. അതിനിടക്ക് ദിലീപിന്റെ വീട്ടിൽ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ന്യൂസുകളൊക്കെ വന്നു. ആ ദിലീപ് അറിഞ്ഞിട്ട് പോലും അവിടെ പോലീസും പോയിട്ടില്ല, അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അതിനുശേഷം പൾസർ സുനി എന്റെ പറയുക ഒരു ചെറിയ കഥയുണ്ട്. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാർ മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാർ ഓടിക്കാനായിട്ടൊരു ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും മിടുക്കനായത് കൊണ്ടിട്ടാണ്. അപ്പൊ മാതൃഭൂമിയുടെ ഒരു നിങ്ങൾക്കറിയാം ആണ് ഇത് ഏറ്റവും കൂടുതൽ എന്റെ തലയിലേക്ക് അടിച്ചു വെച്ച് തന്നെ എന്നുള്ളത് ആഗ്രഹം. ദുഃഖവും അമർഷവും നിസ്സഹായതയും നിരാശയും നിറഞ്ഞ മനസ്സുമായി മനോരമ ന്യൂസിലെ മറുപുറം എന്ന പരിപാടിയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ പറ്റി 8.5 കൊല്ലം മുന്നേ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് മാധ്യമങ്ങൾ ദിലീപിനെതിരെ തിരിയാനുണ്ടായ പ്രധാന കാരണം. കരുണ പറ്റിയ നാവിന്റെയും കരുത്തുമുറ്റിയ അഹന്തയുടെയും യജമാനനായിട്ടായിരുന്നു ദിലീപിനാൽ പരാമർശിക്കപ്പെട്ട ആ മാപ്ര അക്കാലത്ത് കഴിഞ്ഞിരുന്നത്. ഇന്ന് പക്ഷേ സ്ഥിതി മാറി. ഒരു സാധാ മാപ്ര എന്ന നിലയിലേക്ക് ആ മനുഷ്യൻ പരിവർത്തിതനായി. സുടുമലഭുക്കായി തീർന്ന ആ മാപ്ര മതേതരത്വത്തെ പച്ചപിടിപ്പിക്കാനുള്ള നാവടിയുമായി ഇന്ന് കാലം കഴിക്കുന്നു. അയാളുടെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ദിലീപ് അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആരും. അതിരാവിലെ പുരപ്പുറത്ത് കയറി നിന്ന് നാട്ടുകോഴികൾക്കൊപ്പം സൂര്യനെ കൂവി ഉണർത്തുന്നത്ര കുക്കുടത്വം സ്വഭാവത്തിൽ കലർന്നിരുന്നതുകൊണ്ട് പിടചവിട്ട് ദാഹം അദ്ദേഹത്തിന്റെ സഹജതയായിരുന്നു. സ്വന്തമായി ഒരു ഭാര്യ വീട്ടിലുണ്ടായിരുന്നു. പോരാത്തതിന് സാധാ നേരം പോക്കിനായി അന്യപുരുഷന്റെ ഭാര്യ കാമുകിയായി തൊഴിലിടത്തിലുമുണ്ടായിരുന്നു. എന്നിട്ടും കാമബാധ അടക്കാൻ പറ്റാത്തതുകൊണ്ട് തൽപര കക്ഷികളല്ല ാതിരുന്ന മഹിളകളുടെ പോലും മാറുമാംസത്തിൽ ചാടിപ്പിടിക്കുന്ന ഒരു ശീലം ആ വേന്ദ്രനുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരുവിധം മര്യാദയുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൊന്നും തുടരാൻ പറ്റാത്ത ഒരു നില ആൾക്ക് വന്നുവിട്ടു. എന്തായാലും ആ മാപ്രയുടെ ഭോഗശക്തിക്ക് പിന്നിൽ ദിലീപാണെന്ന് പ്രബുദ്ധ കേരളം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഈ പോങ്ങന്റെ വാക്കുകളിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് കാമദേവനുമായി ദിലീപ് ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് മലരമ്പൻ ആ മാപ്രയുടെ നേരെ നിരന്തരം മലരമ്പ് അല്ലെങ്കിൽ കാമബാണങ്ങൾ എയ്തതെന്ന് ആരും പറയരുതേ. പറഞ്ഞു വന്നത് ഇതാണ്: ദിലീപിന്റെ ഈ സംസാരം മാപ്രകളെ ചൊടിപ്പിച്ചു. അവരിലെ വർഗസ്നേഹം ഉണർന്നു. അർപ്പിത ബുദ്ധിയോടെ അവർ ദിലീപിനെതിരെ തിരിഞ്ഞു. മലയാളികൾ പ്രബുദ്ധരായതുകൊണ്ട് അവർ മാപ്രകളുടെ പച്ചക്കള്ളങ്ങളെ പരമാർത്ഥമായി തന്നെ സ്വീകരിച്ചു. പ്രബുദ്ധ കേരളം ദിലീപാണ് കുറ്റക്കാരൻ എന്നങ്ങോട്ടേക്ക് ഉറപ്പിച്ചു. ഈ മുത്തുപ്പോങ്ങൻ എന്നല്ല, സാക്ഷാൽ നീതി ദേവത വന്നു പറഞ്ഞാൽ പോലും മലയാളികൾ ഇനി മറിച്ച് വിശ്വസിക്കാനിടയില്ല. ഒരുപക്ഷെ ദിലീപിന്റെ കാശു വാങ്ങി അതിജീവിതക്കെതിരെ തിരിഞ്ഞവളാണെന്ന് വരെ പ്രബുദ്ധർ നീതി ദേവതയെ പഴിച്ചു കളയും. എങ്കിലും ഈ മുത്തുപ്പോങ്ങൻ ചുമ്മാ തുടരാം, എന്റെ ഒരു മനസ്സമാധാനത്തിന്. ശ്രീ ലാൽ ദിലീപിന്റെ പേര് പരാമർശിക്കുന്നത് 2017 ഫെബ്രുവരി മാസം 24-നാവണം. ആ സമയത്ത് പ്രതികൾ പോലീസിന്റെ പിടിയിലായതേ ഉള്ളൂ, കഷ്ടിച്ച് പിടിയിലായതേ ഉള്ളൂ. ചോദ്യം ചെയ്യൽ പോലും ആരംഭിക്കുന്നതിന് മുന്നെയാണ് ദിലീപിന്റെ പേര് ലാൽ പരാമർശിക്കുന്നത്. അതിജീവിതയോട് പോലും പൾസർ സുനി പറഞ്ഞിരിക്കുന്നത് ഇതൊരു കൊട്ടേഷൻ ആണെന്നും കൊട്ടേഷൻ കൊടുത്തത് ഒരു മാഡം ആണെന്നുമാണ്. അങ്ങനെയുള്ളപ്പോൾ അതിജീവിത ലാലിനോട് ദിലീപിന്റെ പേര് പറയാൻ സാധ്യതയേയില്ല. ഇനിയിപ്പോ രാസ
മയക്കുലഹരിയുടെ പിടിയിൽ വിനോദിച്ചിരിക്കുന്ന നേരത്ത് മായാമോഹിനിയായി ദിലീപ് പൾസർ സുനിയുടെ അടുത്ത് ചെന്ന് കൊട്ടേഷൻ കൊടുത്തതാണെങ്കിൽ ദിലീപിനെ മാഡമായി പൾസർ സുനി തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ അതിനും സാധ്യത വളരെ കുറവാണ്. എന്നിട്ടും ലാൽ വളരെ നിഷ്കളങ്കമെന്നോണം ദിലീപിന്റെ പേര് പറഞ്ഞു. അതും പ്രതികൾ പൂർണ്ണമായും പോലീസ് ചോദ്യം ചെയ്യൽ നേരിടുന്നതിന് മുന്നേ തന്നെ. പ്രതികളും അതിജീവിതയും പോലീസും ഒക്കെ പറയുന്നതിന് മുൻപായി ദിലീപിന്റെ പേർ ഈ വിഷയത്തിലേക്ക് എടുത്തിട്ടത് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ലാൽ തന്നെയാണ്. പോങ്ങൻ അവിടെയാണ് സംശയം തുടങ്ങുന്നത്. പ്രബുദ്ധ കേരളത്തിലെ ഒരു പോങ്ങനുള്ള ബോധം പോലും മലയാള മാപ്രകൾക്കില്ല എന്നതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഒന്നോർക്കണം, ഈ സംഭവം നടന്നയുടൻ പോലീസ് മേധാവിയെ തന്നെ നേരിൽ വിളിച്ച ആളുമാണ് ലാൽ. അതായത് തീരെ സ്വാധീനശേഷി ഇല്ലാത്ത ആളൊന്നുമല്ല അദ്ദേഹം, അല്ലെ? ലാൽ പറഞ്ഞത് എനിക്കിപ്പോഴും ഉള്ളിലുണ്ട്. ദിലീപിനെ വിളിച്ചപ്പോൾ സാധാരണ ചേട്ടാ എന്ന് വിളിക്കാറുള്ള ദിലീപ് തന്നെ മറ്റെന്തോ ആണ് വിളിച്ചതെന്ന്. ആരായാലും മറ്റെന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവില്ലേ ആ നേരം, അല്ലേ? അതെന്തായാലും നമുക്ക് തുടരാം. ഞാൻ ദിലീപായിട്ട് 2 പ്രാവശ്യം ഇടയ്ക്ക് ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. ദിലീപ് വേറൊരു ലോകത്തിലാണ്. സാധാരണ ലാലേട്ടാന്ന് വിളിക്കുന്ന ദിലീപിനെ അല്ല ഞാൻ ആ ഫോണിൽ കൂടി കാണുന്നത്. ലാൽ നടത്തിയിട്ടുള്ള സംസാരങ്ങൾ തന്നെയാണ്, മാധ്യമങ്ങളിലൂടെ സമൂഹത്തോട് നടത്തിയിട്ടുള്ള ആ സംസാരം തന്നെയാണ് ദിലീപ് അല്ല ഇതിൽ പങ്കാളിയായിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ബോധ്യം എന്റെ ഉള്ളിൽ നിറച്ചത് തീർച്ചയായിട്ടും ലാലിന്റെ സംസാരം തന്നെയാണ്. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാറ് മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാർ ഓടിക്കാനായിട്ടൊരു ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും മിടുക്കനായത് കൊണ്ടിട്ടാണ്. അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ഇപ്പൊ ലഗേജ് ഒക്കെ എടുക്കാൻ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ യൂണിറ്റ് അല്ല പോയത്. അപ്പൊ എന്ത് കാര്യങ്ങൾ എടുത്തു വെക്കാനും കൊണ്ടുപോകാനും മറ്റുള്ളവരെ സഹായിക്കാനും വെള്ളം കൊടുക്കാനും ബീച്ചിലായിരുന്നു ഷൂട്ടിങ്. ആ ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പൊ അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള മര്യാദയുള്ള മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള ഇമേജാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവന്റെ മിടുക്ക്. ഭാവനയ്ക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അവിടെ എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എന്റെ മകൻ പറഞ്ഞു, അവൻ എന്നെ പയ്യനാണ്, വലിപ്പത്തിന് എന്റെ അത്ര ഉണ്ടെങ്കിലും അവൻ എന്റെ അടുത്ത് കണ്ടിട്ട് ദേഷ്യം പറഞ്ഞു, ഞാൻ എന്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള മിടുക്ക് അവനുണ്ട്. അവൾക്ക് പരിചയം ഉണ്ടായിരുന്നു, അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കോടതി വിധി വന്നതിന് ശേഷം ഈ വിധി വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ദൗർഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ തെരുവിലോത്ത് പാറുക്കുട്ടി മേനോത്തിയും ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഈ വിധി എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങിയതാണെന്ന്. എത്ര ക്രൂരമായിട്ടുള്ള, എത്ര മോശപ്പെട്ട ഒരു ആരോപണമാണ്, എത്ര അപരിഷ്കൃതമായിട്ടുള്ള ഒരു ആരോപണമാണ് അവർ കോടതിക്ക് നേരെ നടത്തിയതെന്നാണ് ഞാൻ വളരെ ആത്മാർത്ഥമായ ഞെട്ടലോടുകൂടിയാണ്. ഞെട്ടലെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പ്രദായിക ഞെട്ടലല്ല, ഉള്ളിലൊരു കിടുക്കമുണ്ടായി. എങ്ങനെ ഇവർക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നു? ഒരു പരിഷ്കൃത സമൂഹം എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇത്രത്തോളം അപരിഷ്കൃതമായിട്ടുള്ള ഒരു ചിന്ത പങ്കുവെക്കാൻ പറ്റുന്നത്? ഇത്രയും ഒരു വലിയ ദുരാരോപണം എങ്ങനെയാണ് ഇവർക്ക് ഉയർത്താൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അതിൽ നിന്നുള്ള ഒരു ഞെട്ടൽ, ഒരു കിടുക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഒന്നും ഞാൻ സംസാരിക്കണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും ഞാൻ മിണ്ടാറില്ല. ഞാൻ എപ്പോഴും സഹിക്കുക എന്ന് പറയുന്നൊരു, എൻ്റെ അനിയൻ തന്നെ എന്നോട് ചോദിക്കണ്ടേ, ചേട്ടൻ ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും പറ്റുക എന്നെ അടുത്ത് ചോദിക്കാറുണ്ട്. നാദൃശ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിന്റെ ക്ഷമ. കാരണം I wish I knew 20 years ago, so before I went blue. I've been waiting for someone to cut me loose. I didn't recognize those sad-eyed eyes. All along I was you. I've been kicking the can